നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മംഗലശ്ശേരിക്കാർക്ക് സമയം തെളിഞ്ഞു തുടങ്ങിയെന്നാ തോന്നുന്നത്. എന്താ ഇവിടെ നിന്നുകൊണ്ട് താനിപ്പോ അത് പറയാം? പാപദോഷത്തിന്റെ പേരിലായിരുന്നില്ലേ ഇതുവരെ എല്ലാവരും കഴിഞ്ഞിരുന്നത്? ആ പാപദോഷം മാറ്റാൻ ശത്രുക്കളുമായിട്ട് വിവാഹത്തിന് വരെ തയ്യാറായി. അതിന്റെയൊക്കെ ഫലം കണ്ടു തുടങ്ങിയെന്നാ ഞാൻ പറഞ്ഞത്. രാത്രി എന്താ പെട്ടെന്നൊരു വെളിപാട് വന്ന പോലെ താനിങ്ങനെ സംസാരിക്കുന്നു? കാവേരി അമ്മുവിനെ വിളിച്ചിരുന്നു. അവള് 3 മാസം പ്രഗ്നന്റ് ആണത്രേ. അതൊരു നല്ല വാർത്തയാണല്ലോ. ദിനേശിനും കാവേരിക്കും ഒരു കുഞ്ഞുണ്ടാവില്ലെന്ന് എല്ലാവരും വിധി എഴുതിയല്ലേ? ദിനേശിന്റെ വേദനയും അതായിരുന്നു. വിവാഹം കഴിഞ്ഞിട്ട് 8-10 വർഷമായില്ലേ? അവക്കൊരു കുഞ്ഞു പിറന്നു കാണാൻ ഞാനും ഒരുപാട് ആഗ്രഹിച്ചതാ. അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ അമ്മൂനെ വിളിച്ച് അവൾ ആ വിവരം പറഞ്ഞിട്ടും സ്വന്തം ചേച്ചിയായ എന്നോട് പറയാൻ നമുക്ക് തോന്നിയില്ലല്ലോ. അവളുടെ അമ്മയുടെ സ്ഥാനമല്ലേ എനിക്ക്. അത് സത്യോ? കവിതയെ പോലല്ല കാവേരി എന്നാ ഞാൻ കരുതിയത്. കാഞ്ചനയോട് ഒരു വാക്ക് അവക്ക് പറയാമായിരുന്നു. താൻ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചതാണെന്ന് നോക്ക്. നോക്കട്ടെ. അതേ പ്രവേ, ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. താൻ ഫോൺ ഓണാക്ക്. വിളിച്ചിരുന്നെങ്കിലേ അത് അവൾ അമ്മുവിനോട് പറയാമായിരുന്നു. അമ്മു എന്നോടും പറഞ്ഞേനെ. പ്രവേ, കാവേരിയാ. എടുക്ക്, സംസാരിക്കേ. ഹലോ കാവേരി. വല്യേച്ചി പകല് മുതൽ ഞാൻ വിളിക്കുക. എപ്പോ വിളിച്ചാലും ഫോൺ സ്വിച്ച് ഓഫ്. ഫോൺ കോൾ കൊണ്ട് പൊറുതി മുട്ടിയിട്ടാ സ്വിച്ച് ഓഫ് ആക്കി വെക്കുന്നത്. പരിചയക്കാരൊക്കെ ഞങ്ങളെ എപ്പോഴും വിളിച്ചോണ്ടിരിക്കുക. അമ്മ പറഞ്ഞ വിശേഷങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. ചേച്ചിക്ക് വലിയ സന്തോഷമായി മോളെ. മൂന്ന് മാസമായിട്ടും അറിഞ്ഞില്ലല്ലേ? എന്റെ കാര്യങ്ങൾ വല്യേച്ചിക്ക് അറിയാവുന്നതല്ലേ? മംഗലശ്ശേരിയിൽ എല്ലാവർക്കും വലിയ സന്തോഷമായി കാണുമല്ലേ? നിന്നെ ഒന്ന് കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട് മോളെ. നാളെ വല്യേച്ചി അമ്മുന്റെ കൂടെ ഇവിടം വരെ ഒന്ന് വന്നിട്ട് പോവാവോ? പ്രവേട്ടനോട് വല്യേച്ചി ഒന്ന് പറ. ഞങ്ങൾക്ക് വരാൻ പറ്റില്ല മോളെ. ശ്രീകുട്ടിയെ കൂടാതെ ഇവിടം വിട്ട് ഞങ്ങൾ പോവില്ലെന്ന് സത്യം ചെയ്തു കഴിഞ്ഞു. അതുമല്ല, രാവിലെയും വൈകിട്ട് നട അടയ്ക്കുന്നത് വരെ ഇവിടെ ഒരു ശിവക്ഷേത്രത്തിൽ ഉപവാസം ഇരിക്കുക ഞങ്ങള്. ജീവിതത്തിന്റെയും മരണത്തിന്റെ ഇടയിലുള്ള പിടച്ചില്ല മോളെ നിന്റെ വല്യേച്ചി. എന്റെ കുഞ്ഞിനെ ഒന്ന് അടുത്ത് കണ്ടിട്ട് ദിവസങ്ങളായി. ശ്രീകുട്ടി ഇനി നമ്മൾ കാണുന്നത് പഴയ ശ്രീകുട്ടി മോളായിട്ടായിരിക്കുമെന്ന് ദിനേശേട്ടൻ പറയാത്ത ദിവസങ്ങളില്ല. അവിടുത്തെ ചികിത്സ എന്തെന്ന് ഞങ്ങൾക്കറിയില്ല. പക്ഷേ ഞാനും ദിനേശേട്ടനും അമ്മുനെ വിശ്വസിക്കുക. ഞങ്ങൾക്ക് ഈ ഭാഗ്യം വരാൻ കാരണം അവളുടെ പ്രാർത്ഥന കൊണ്ട് മാത്രം. അവളുടെ പ്രാർത്ഥനയ്ക്ക് ഫലം ഉണ്ടാവും. ശ്രീകുട്ടി എഴുന്നേറ്റ് നടക്കും. നിന്റെ നാവ് പൊന്നാവട്ടെ മോളെ. വല്യേച്ചി എന്റെ കുഞ്ഞിന് വേണ്ടി കൂടി പ്രാർത്ഥിക്കണം. എനിക്ക് വലിയ പേടിയുണ്ട്. ഒരാപത്തും വരുത്താതെ ദൈവം നിനക്ക് നിന്റെ കുഞ്ഞിനെ തരും. എനിക്ക് വല്യേച്ചിയുടെ ഈ അനുഗ്രഹം മാത്രം മതി. ശരി, നീ വെച്ചോ മോളെ. അവൾ എല്ലാ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത് അമ്മുവില. അമ്മു കാരണോ അവൾ ഒരു അമ്മയാവാൻ പോകുന്നത് പോലും. അത് സത്യം. നമ്മൾ ശിവക്ഷേത്രത്തിൽ ഉപവാസം ഇരുന്നപ്പോ അമ്മു എവിടെയായിരുന്നു തനിക്കറിയാമോ? അവള് നമ്മുടെ മോൾക്ക് വേണ്ടി അഖണ്ഡ ജ്യോതി എടുത്ത് ശിവകാട്ടിലേക്കുള്ള യാത്രയിലായിരുന്നു. അയ്യോ പ്രഭേ, എന്താ ഈ കേൾക്കുന്നത്? അഖണ്ഡ ജ്യോതിയെ പറ്റി അന്ന് ക്ഷേത്രത്തിൽ ആരൊക്കെയോ പറയുന്നത് കേട്ടല്ലോ. ആർക്കും സാധിക്കാത്ത കാര്യമാണെന്നല്ലേ പറയുന്നത്? അമ്മൂന് അത് സാധിച്ചു. അവള് മടങ്ങി വരികയും ചെയ്തു. എന്റെ മനസ്സിലെ ഒരു ശുഭപ്രതീക്ഷ വന്നു തുടങ്ങി. നമ്മൾ ഇവിടുന്ന് പോകുന്നത് നമ്മുടെ മോളെ നടത്തിച്ചുകൊണ്ട് തന്നെയാവും. പ്രഭേ, എനിക്കിത് വിശ്വസിക്കാമോ? വിശ്വസിക്കാം. മറ്റൊരു പെണ്ണുമായും എന്റെ വിവാഹം വീട്ടുകാർ ഉറപ്പിച്ചിട്ട് പോലും നീ എന്റെ ജീവിതത്തിലേക്ക് വരാനല്ല ആഗ്രഹിച്ചത്.
നിന്റെ ചേച്ചി എന്നോട് ചേർക്കാനാ. എന്റെ ജീവിതവ്രതം തന്നെ അതാണെന്ന് അറിയാതെയാണോ കേൾക്കാൻ പോലും ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ നിങ്ങൾ എന്നോട് പറയുന്നത്? ഭൂമിയിൽ ഒരു പെണ്ണിനും കഴിയുന്നതാണോ നീ ചെയ്യുന്ന ത്യാഗം? ഞാൻ മാത്രമാണോ അത് ചെയ്യുന്നത്? എന്റെ ചേച്ചിയും ചെയ്യുന്നത് അതല്ലേ? നിങ്ങൾ അഭിനയം പോലെ ഒരു താലി എന്റെ കഴുത്തിൽ ചാർത്തി, എന്നിട്ട് ചേച്ചിയുടെ വിരലിൽ എൻഗേജ്മെന്റ് റിംഗ് ഇട്ടു. ചേച്ചിക്കൊപ്പം ജീവിക്കണമെന്ന മോഹത്തോടെ ഒരു പെണ്ണിന്റെ ജീവിതത്തിൽ താലിയെ പോലെ തന്നെ വിലപ്പെട്ടതാ ആ മോതിരവും. എന്നിട്ട് ചേച്ചി സഞ്ജനയ്ക്ക് വേണ്ടി നിങ്ങളെ വിട്ടുകൊടുക്കാൻ തയ്യാറായി. അത് ത്യാഗമല്ലാതെ മറ്റെന്താണ്? സ്വാതി നീയും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. എനിക്കത് നീ മനസ്സിലാക്കി തന്നു. ഒരു നാണയത്തിന്റെ രണ്ട് പുറങ്ങൾ. എന്റെ മനസ്സിന്റെ രണ്ട് കോണുകളിലായി എന്നും സ്വാതിയും നീയും ഉണ്ടാവും. ഒരു ദേവി ചൈതന്യം പോലെ നിന്നെ ആരാധിക്കാനേ എനിക്ക് കഴിയൂ. അയ്യോ, അങ്ങനെയൊന്നും പറയരുത്. നിങ്ങൾ എന്റെ കഴുത്തിൽ താലി കെട്ടിയില്ലായിരുന്നെങ്കിൽ ആ കതിർമണ്ഡപത്തിൽ വെച്ച് തന്നെ ഹൃദയം പൊട്ടി ഞാൻ മരിച്ചു പോവായിരുന്നു. നിങ്ങൾ എനിക്ക് ഒരു പുനർജന്മം തന്ന ദൈവമാണ്. മറ്റൊരു കതിർമണ്ഡപത്തിൽ വെച്ച് നിങ്ങൾ ഇല്ലാതായിപ്പോയാ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യമുള്ളത്? പകരത്തിന് പകരം ചെയ്യുന്നതല്ല, നിങ്ങൾ സന്തോഷത്തോടെ ജീവിച്ചു പോകുന്നത് എനിക്ക് കാണണം. അതിന് നിങ്ങൾക്ക് കൂട്ടായി ചേച്ചി വേണം. ഈ ഭൂമിയിൽ നിങ്ങൾക്ക് സന്തോഷം തരാൻ ചേച്ചിക്കല്ലാതെ മറ്റാർക്കും കഴിയില്ല. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞാൽ ഞാൻ പോവും. നിങ്ങളോട് ഞാനത് പറയും. പക്ഷെ ചേച്ചിയോട് എനിക്കത് പറയാനാവില്ല. എന്നെ ദേ അവിടെ ഇറക്കിയാൽ മതി. ഞാൻ അവിടുന്ന് ഒരു ഓട്ടോയ്ക്ക് പോയിക്കോളാം. വീടിനടുത്തിറങ്ങിയാ പോരെ? അത് വേണ്ട. ഞാനിവിടെ എത്തുന്നതിന് മുൻപ് നിങ്ങൾ അവിടെ എത്തണം. അതെ, ഇവിടെ നിർത്തിക്കൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.